ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ട് ബിദ്അത്ത് എന്ന ഒരു വിഷയമാണ്. ദീനിലില്ലാത്തത് ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ് ബിദ്അത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള പ്രയോഗങ്ങൾ ബിദ്അത്തിന്റെ വിഷയത്തിൽ മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് വന്നത്. മൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്നൊരു തിരുമൊഴിയുണ്ട്. വിശുദ്ധ മദീനയുടെ മഹത്വങ്ങൾ പറയുന്നിടത്താണ് ഈ തിരുമൊഴി വന്നത്. മൻ അഹ്ദസ ഫീഹ, വിശുദ്ധ മദീനയിൽ ആരെങ്കിലും അഹ്ദസ എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ, ചെയ്താൽ, ഔ ആവ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു മുഹ്ദിസിന്, മുഹ്ദിസ് എന്ന് പറഞ്ഞാൽ മുബ്തദി, ദീനിലില്ലാത്ത കാര്യം ദീനിൽ പുതുതായി ഉണ്ടാക്കി ചെയ്യുന്നവൻ, അവന് അഭയം നൽകിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മൾ എന്തുകൊണ്ട് ശിർക്ക് എന്ന വിഷയമായിരുന്നു. അതേപോലെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് ബിദ്അത്ത് എന്നുള്ള വിഷയം. ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും ഒരു മുൻധാരണയില്ലാതെയാണ്. കക്ഷിത്വവും ഗ്രൂപ്പിസവും വ്യക്തിവിരോധവും ഒക്കെയായി പലപ്പോഴും പല യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും കൈവിട്ടു പോകുന്ന ഒരു ദുരവസ്ഥ പലർക്കും ഉണ്ടാകും. ഇവിടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ, നല്ല മാതൃകാ പുരുഷന്മാരായ പ്രാമാണികരായ മഹത്തുക്കൾ പറഞ്ഞു എന്നതിനപ്പുറം ഇവിടെ ഒരു വ്യക്തിയെയോ ഒരു സംഘത്തെയോ സംഘടനയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാവുന്ന ആളുകളെയൊന്നും നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല. അതിനുള്ള വേദിയല്ല ഇത്. ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പലതും പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ നമ്മൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ ഉത്തമരായ മുൻഗാമികൾ പറഞ്ഞത്, അതിനെ അനുസ്മരിക്കുന്നത്, നമ്മൾ വിഷയങ്ങൾ ശരിയാം വിധം ഉൾക്കൊള്ളാനാണ്, വിഷയങ്ങൾ നമ്മൾ പ്രാപിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ബിദ്അത്തിനെ മനസ്സിലാക്കുമ്പോൾ ഞാനൊരു ചരിത്രം വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ചരിത്രം സഹാബികൾ ഇവിടെ ജീവിച്ച നാളിൽ ഇറാഖിലെ കൂഫയിൽ ഒരു മസ്ജിദിൽ അരങ്ങേറിയതാണ്. പ്രസ്തുത സംഭവം ഇമാം അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദാരിമി അദ്ദേഹത്തിൻ്റെ സുനനിൽ വിശദമായി നിവേദനം ചെയ്തു. മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇത് വായിക്കാം. അംർ ഇബ്നു സലമ
അൽ ഹമദാനി അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കുന്നാ നജ്ലിസു ഇൻദ ബാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖബ്ല സലാത്തിൽ ഗദാ ഫഇദാ ഖറജ മശൈനാ മഅഹു ഇലൽ മസ്ജിദ്. അന്ന് കാലങ്ങളിലെ ഒരു പതിവാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബി. അദ്ദേഹം മക്കക്കാരനാണ്, ഹുദലിയാണ്, ബനു ഹുദൈൽ ഗോത്രക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അൽ ഹുദലി ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. മക്കയിൽ ഇസ്ലാം ആശ്ലേഷിച്ച് പിന്നെ മദീനയിലേക്ക് ഹിജറ പോയി. പിന്നെ മദീനയിൽ കാലം കഴിഞ്ഞു. തിരുവിയോഗ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ഉമറിനോട് സമ്മതം ചോദിച്ച് ഇറാഖിലേക്ക് മാറിപ്പാർത്തു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനു ജീവിച്ചതൊക്കെ പിൽക്കാലത്ത് ഇറാഖിലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാർ അവർ ഇറാഖിലെ കൂഫയിൽ പ്രസിദ്ധരായ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു സഹാബി തങ്ങളുടെ നാട്ടിൽ തങ്ങൾക്കിടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഫജ്ർ നിസ്കാരത്തിന് എഴുന്നേറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടുമരത്ത് വന്ന് കാത്തു കഴിയുമായിരുന്നു എന്നാണ്. ഫജ്റിന് മുമ്പ്. അതാണ് അദ്ദേഹം പറയുന്നത്, കുന്നാ നജ്ലിസു ഇൻദ ബാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽക്കൽ ഞങ്ങൾ ചെന്നിരിക്കുമായിരുന്നു. ഖബ്ല സലാത്തിൽ ഗദാ. സലാത്തുൽ ഗദാ എന്ന് പറഞ്ഞാൽ സലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് ചെന്നിരിക്കും. അതെന്തിനായിരിക്കണത്? ഫൈദാ ഖറജ മശൈനാ മഅഹു ഇലൽ മസ്ജിദ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ മസ്ജിദിലേക്ക് നടന്നു പോകുമായിരുന്നു എന്നാണ്. എന്തിനാണ് നടന്നു പോകുന്നത്? അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനം നേടാൻ, അറിവ് നുകരാൻ, അതിൻ്റെ ആ താല്പര്യത്തിലാണ്. ഇത് അവരുടെ പതിവാണ്. അംർ ഇബ്നു സലമ അൽ ഹമദാനി പറയുന്നത്, അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമരത്ത് അദ്ദേഹത്തിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കവേ ജാന അബൂ മൂസൽ അശ്അരി, ഞങ്ങളുടെ അടുക്കലേക്ക് അബൂ മൂസൽ അശ്അരി വന്നു. ഫജ്റിന് മുമ്പ് അബൂ മൂസൽ അശ്അരി മറ്റൊരു സഹാബി, അദ്ദേഹം അന്ന് കൂഫയിലുണ്ട്. അബൂ മൂസൽ അശ്അരി വന്നിട്ട് ഈ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചു, അഖറജ ഇലൈക്കും അബൂ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേരാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പുറപ്പെട്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞില്ല, പുറപ്പെട്ടിട്ടില്ല, വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ മൂസൽ അശ്അരി ഫജലസ മഅനാ എന്നാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്നു. എന്തിന്? അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പുറത്ത് വരുന്നത് പ്രതീക്ഷിച്ച് കാത്ത്. അങ്ങനെ അംർ ഇബ്നു സലമ അൽ ഹമദാനി പറയാണ്, ഫലമ്മ ഖറജ ഖുംന ഇലൈഹി. അബൂ അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു, മസ്ജിദിലേക്ക് പോകാൻ. ആ സമയത്ത് അബൂ മൂസൽ അശ്അരി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയുകയാണ് റളിയല്ലാഹു അൻഹുമാ, യാ അബാ അബ്ദുറഹ്മാൻ, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ ഖദ് അൻകർതുഹു ലം അറ വല്ലാഹി ലം അറ വൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ. എന്താ പറയുന്നത്? അബൂ മൂസ ഇബ്നു മസ്ഊദിനോട് പറയാണ്, അബൂ അബ്ദുറഹ്മാൻ, കുറച്ചു മുമ്പ് ഞാൻ മസ്ജിദിൽ ഒരു കാര്യം കണ്ടു. അൻകർതുഹു, അത് കണ്ടപ്പോൾ എനിക്ക് അതിനോട് എതിർപ്പാണ് തോന്നിയത്, വിയോജിപ്പാണ് ഉണ്ടായത്. പിന്നെ അനുബന്ധം പറഞ്ഞു, ലം അറ അൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ, അൽഹംദുലില്ലാ ഞാൻ ഖൈർ അല്ലാതെ കണ്ടിട്ടില്ല എന്നും ഒരനുബന്ധം പറഞ്ഞു.
അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മാഹു, എന്താണ് നിങ്ങൾ കണ്ടത്? താങ്കൾ എന്താ കണ്ടത് മസ്ജിദിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻ തഇഷ് സതറഹു, താങ്കൾ ജീവിക്കുകയാണ് എങ്കിൽ താങ്കൾക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അബൂ മൂസ അശ്അരി ആ കണ്ട കാര്യം പറഞ്ഞു കൊടുത്തു. അതെന്താണ്? ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തദിറൂന സല. മസ്ജിദിൽ ഞാൻ ഒരു വിഭാഗം ആളുകളെ കണ്ടു. ഇത് സുബഹിൻ്റെ മുമ്പ്, ഫജ്റിന് മുമ്പ് മസ്ജിദിൽ നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. മസ്ജിദിൽ ഞാൻ ഒരു വിഭാഗം ആളുകളെ കണ്ടു. ആ വിഭാഗം ആളുകൾ ഹിലഖൻ, ഹൽക്കകളായിട്ടാണ് ഇരിക്കുന്നത്, വട്ടത്തിൽ കൂടിയിരിക്കാൻ. ഹൽക്കകളായിട്ടിങ്ങനെ ഓരോ ആൾക്കൂട്ടങ്ങൾ കൂടിയിരിക്കണം. യന്തദിറൂന സല, അവർ നിസ്കാരം പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്, സുബഹി നിസ്കാരം. പക്ഷേ ഇരിക്കുന്നത് ഹൽക്കകളായിട്ടാണ്. വഅലാ കുല്ലി ഹൽഖത്തിൻ റജുലുൻ വഫി ഐദീഹിം ഹസ. ഓരോ ഹൽക്കകളിലും നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയുണ്ട്, ഇവരുടെയൊക്കെ കൈകളിൽ കല്ലുകളുമുണ്ട്. ഈ ഹൽക്കകളിൽ ഇരിക്കുന്നവരുടെയൊക്കെ കയ്യിൽ കല്ലുകളുണ്ട്. ഓരോ ഹൽക്കക്കും നേതൃത്വം നൽകുന്ന ഒരാളും ഉണ്ട് എന്നാണ് അബൂ മൂസ അശ്അരി പിന്നെ കണ്ടതെന്ത് എന്നത് വിശദീകരിച്ചത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അബൂ മൂസ അശ്അരിയോട് ചോദിച്ചു, ഫമാദാ ഖുൽത ലഹും, അങ്ങ് എന്താണ് അവരോട് പറഞ്ഞത്? എന്താ നിങ്ങൾ അവരോട് പറഞ്ഞത്? അപ്പോൾ അബൂ മൂസ അശ്അരി പറഞ്ഞു, മാ ഖുൽതു ലഹും ഷൈഅൻ ഇന്തിളാറ റഅയിക് ഇന്തിളാറ അംരിക്. ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങയുടെ അഭിപ്രായം പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അങ്ങയുടെ കൽപ്പന പ്രതീക്ഷിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടത് ഇതാണ് എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അബൂ മൂസ അശ്അരിയോട്, അഫലാ ഖുൽത ലഹും അൻ യഉദ്ദു സയ്യിആതിഹിം വദമിൻത ലഹും അല്ലാ യദിഅ മിൻ ഹസനാതിഹിം ഷൈ. താങ്കൾക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നോ അവരുടെ തെറ്റുകൾ എണ്ണാൻ, അവരുടെ നന്മകളൊന്നും അങ്ങനെയാണ് എങ്കിൽ പാഴായി പോകില്ല എന്നതിന് താങ്കൾക്ക് അവർക്ക് ജാമ്യം നിൽക്കാമായിരുന്നില്ലേ, ഉറപ്പ് നിൽക്കാമായിരുന്നില്ലേ എന്നും ഇബ്നു മസ്ഊദ് പറഞ്ഞു എന്നാണ്. ഇതിനു മുമ്പൊരു പ്രയോഗം അബൂ മൂസ അശ്അരി പറഞ്ഞത് വിട്ടുപോയി. അതെന്താ? മസ്ജിദിൽ കണ്ടതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തദിറൂന സല. മസ്ജിദിൽ ഒരു വിഭാഗം ആളുകൾ ഹലക്കകളായിട്ടിരിക്കുന്നു. വഅലാ കുല്ലി ഹൽഖത്തിൻ റജുൽ, ഓരോ ഹൽക്കക്കും ഒരാൾ നേതൃത്വം നൽകുന്നു. വഫി ഐദീഹിം ഹസ, അവരുടെയൊക്കെ കൈകളിൽ കല്ലുകളുണ്ട് എന്നാണ്. എന്നിട്ട് ഫയഖൂലു ലഹും, ഈ നേതൃത്വം നൽകുന്ന ആളുകൾ തൻ്റെ ഹലക്കയിലുള്ളവരോട് പറയുന്നു, കബ്ബിറൂ മിഅ, 100 തവണ തക്ബീർ ചൊല്ലൂ. യുകബ്ബിറൂന മിഅ, അപ്പോൾ അവർ 100 തവണ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൂ. അതേപോലെ ഈ നേതൃത്വം നൽകുന്ന വ്യക്തി അവരോട് പറയും, ഹല്ലിലു മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. കബ്ബറ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലൽ. ഹല്ലിലു എന്ന് പറഞ്ഞാൽ ഹല്ലല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ. ഹല്ലിലു മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. അപ്പോൾ ഫയുഹല്ലിലൂന മിഅ, 100 തവണ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. പിന്നെ അവരോട് അയാൾ പറയും, സബ്ബിഹു മിഅ, 100 തവണ തസ്ബീഹ് ചൊല്ലു. ഫയുസബ്ബിഹൂന മിഅ, അപ്പോൾ അവർ 100 തവണ തസ്ബീഹ് ചൊല്ലു. ഓരോ ഹലക്കയിലും ഇതാണ് നടക്കുന്നത്. നേതൃത്വം നൽകുന്ന ആൾ ഇങ്ങനെ പറയും, ഹലക്കയിലുള്ളവർ ഇങ്ങനെ ചൊല്ലും. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മാദാ ഖുൽത ലഹു, അങ്ങ് എന്താണ് അവരോട് പറഞ്ഞത്? അപ്പോൾ അബൂ മൂസ പറഞ്ഞു, മാ ഖുൽതു ലഹും ഷൈ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്തിളാറ റഅയിക് ഇന്തിളാറ അംരിക്, അങ്ങയുടെ കൽപ്പന കാത്ത്, അങ്ങയുടെ അഭിപ്രായം പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുകയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല.
അപ്പോഴാണ് അബൂ മൂസ അശ്അരിയോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറഞ്ഞത്, അഫലാ ഖുൽത ലഹും അൻ യഉദ്ദു സയ്യിആതിഹിം വദമിൻത ലഹും അല്ലാ യദിഅ മിൻ ഹസനാതിഹിം ഷൈ. നിങ്ങൾക്ക് ഓലോട് പറഞ്ഞുകൂടായിരുന്നോ, ആ കല്ലിങ്ങനെ പെറുക്കി വെച്ചിട്ട് 100 തവണ തക്ബീർ ചെല്ലുക, 100 തവണ തഹ്ലീൽ ചെല്ലുക, പിന്നെ 100 തവണ തസ്ബീഹ ചെല്ലുക, അതിന് പകരം അവരുടെ തെറ്റുകൾ എണ്ണി ഈ കല്ലുകൊണ്ട് എണ്ണം പിടിക്കാൻ, അൻ യഉദ്ദു മിൻ സയ്യിആതിഹിം, തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ എണ്ണുക, എന്നിട്ടിങ്ങനെ കല്ലുകൊണ്ട് എണ്ണം പിടിക്കാൻ അവരോട് പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ വദമിൻ തലഹും അല്ലാ യദിഅ മിൻ ഹസനാതിഹിം ഷൈ, അവരുടെ ഒരു നന്മയും പാഴായി പോകൂല, നഷ്ടപ്പെടൂല എന്നതിന് നിങ്ങൾക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കാമായിരുന്നു, ജാമ്യം നിൽക്കാമായിരുന്നു. ഇതവരോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അംർ ബിൻ സലമ അൽ ഹമദാനി പറയുകയാണ്, ഞങ്ങൾ ഇബ്നു മസ്ഊദിൻ്റെ കൂടെ പോയി. ഇബ്നു മസ്ഊദ് പോയി, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. എവിടേക്ക്? മസ്ജിദിലേക്ക്. ഇതുവരെ ഇബ്നു മസ്ഊദ് ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കേട്ടതിനോടുള്ള പ്രതികരണമാണിത്. അങ്ങനെ ഹത്ത അത ഹൽഖതൻ മിൻ തിൽകൽ ഹിലഖ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദിൽ കയറി നോക്കുമ്പോൾ ഈ ഹലക്കകളാണ് കാണുന്നത്. അതിൽ ഒരു ഹലക്കയിൽ ചെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിന്നു. എന്നിട്ട് വഖാല ലഹും, അവരോട് പറഞ്ഞു, ചോദിച്ചു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഇതെന്താണ്? ഞാൻ ഈ കാണുന്ന കാഴ്ച എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഹലക്കയിലുള്ള ആളുകൾ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്. അബൂ അബ്ദുറഹ്മാൻ, ഇത് കല്ലുകളാണ്, കുറച്ച് കല്ലുകൾ. ഈ കല്ലുകൾ കൊണ്ട് ഞങ്ങൾ തക്ബീറിന് എണ്ണം പിടിക്കുന്നു, തസ്ബീഹിന് എണ്ണം പിടിക്കുന്നു, തഹ്ലീലിന് എണ്ണം പിടിക്കുന്നു. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ അവരോട് പറഞ്ഞത്? അവരോട് പറഞ്ഞത്, ഫഉദ്ദു സയ്യിആതികും വഅന ളാമിനുൽ ലക്കും അല്ലാ യദിഅ മിൻ ഹസനാതികും ഷൈ. എങ്കിൽ ഈ കല്ലുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് എണ്ണം പിടിച്ചോളി, എന്നാൽ നിങ്ങളുടെ ഒരു നന്മയും പാഴായി പോകൂല എന്നതിന് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, ഉറപ്പ് നിൽക്കാം. എന്നിട്ട് അദ്ദേഹം അവിടെ ഉച്ചയിസ്തരം സഗൗരവം ചില അനുബന്ധങ്ങൾ പറഞ്ഞു. അതെന്താ? വൈഹക്കും യാ ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ എന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്, ഹാ ഉലായി സഹാബത്തു നബിയിക്കും മുതവാഫിറൂൻ വഹാദിഹി സിയാബുഹു ലം തബ്ല വആനിയതുഹു ലം തുക്സർ. അദ്ദേഹം പറയുകയാണ്, വൈഹക്കും ഉമ്മത്ത മുഹമ്മദ് മാ അസ്റാ ഹലകതകും, മാ അസ്റാ ഹലകതകും. എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ നാശം സംഭവിക്കുന്നത്. ഹാ ഉലായി സഹാബത്തു നബിക്കും, ഇതാ നിങ്ങളുടെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ മുതവാഫിറൂൻ, നിങ്ങൾക്കിടയിൽ യഥേഷ്ടമുണ്ട്, സഹാബികളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുത്തിരുന്ന അവിടുത്തെ വസ്ത്രങ്ങൾ അത് നുരുമ്പി ജീർണിച്ച് തീർന്നിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉടഞ്ഞു തീർന്നിട്ടില്ല. വല്ലദീ നഫ്സി ബിയദി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പിന്നെ ആണയിട്ട് പറയാണ്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആദർശം അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് നടന്ന ആദർശത്തേക്കാൾ സന്മാർഗമുള്ള നേർമാർഗമുള്ള ആദർശമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തിനാ ഈ പ്രയോഗം? അവരെ വിളിച്ചിട്ട് പറയാണ്, യാ ഉമ്മത്ത മുഹമ്മദ് മാ അസ്റാ ഹലകതകും, നിങ്ങളുടെ നാശം എത്ര പൊടുന്നനെ സംഭവിക്കുന്നു.
എന്താ ഈ നാശമെന്ന് പറഞ്ഞത്? ഈ ഹലക്ക കെട്ടി മസ്ജിദിൽ ഹലക്കയുണ്ടാക്കി ദിക്റ് ചൊല്ലി കല്ല് പെറുക്കി വച്ച് എണ്ണം പിടിച്ച ഈ വിഷയത്തെക്കുറിച്ച് ഒരാൾ പറയുന്നു, നിങ്ങൾ 100 തവണ തക്ബീർ ചൊല്ലു. അപ്പോൾ 100 തവണ തക്ബീർ ചൊല്ലുന്നു, അതിന് കല്ല് പെറുക്കി വെച്ച് എണ്ണം പിടിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. മാ അസ്റാ ഹലക്കത്തക്കും. എന്നിട്ട് പറയാണ്, തിരുവിയോഗം നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്ന് കാലം കുറേ ആയിട്ടില്ല. ഹാ ഉലായി സഹാബത്തു നബീക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവഫിറൂൻ. സഹാബികൾ യഥേഷ്ടം നിങ്ങൾക്കിടയിലുണ്ട്. വസിയാബുഹു ലം തബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നുരുമ്പി ജീർണിച്ച് തീർന്നിട്ടില്ല. തിരുവിയോഗം നടന്നിട്ട് കുറേ കാലമായിട്ടില്ല. വആനിയതുഹു ലം തുക്സർ. അവിടുന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വരെ ഉടഞ്ഞു തീർന്നിട്ടില്ല. അതാണ് സാഹചര്യം. എന്നിട്ട് നിങ്ങളുടെ മില്ലത്ത് ആദർശമാണോ അഹ്ദ ഏറ്റവും ഉത്തമം സന്മാർഗം ഉള്ളത്, അതെല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്താണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ദിക്റ് ചൊല്ലിയിട്ടുണ്ട്, ദിക്റ് ചൊല്ലിപ്പിച്ചിട്ടുണ്ട്, ദിക്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, ഏറ്റവും എളുപ്പത്തിൽ പ്രാപ്യമായ കർമ്മം ദിക്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റിൻ്റെ പ്രയോഗങ്ങൾ പലത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ദിക്റ് ചൊല്ലി എന്നത് അറിഞ്ഞ് മനസ്സിലാക്കിയ സഹാബത്ത് യഥേഷ്ടമുണ്ട്. അവിടുന്ന് ദിക്റ് ചെയ്ത് മാതൃക കാണിച്ചിട്ട് കാലം കുറേ ആയിട്ടില്ല. അപ്പോഴത്തേക്കും ഇവർ തിരുമാതൃകയില്ലാത്ത ദിക്റിൻ്റെ രീതികളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബി ദലാലത്തിൻ. നിങ്ങളൊരു വഴികേടിൻ്റെ കവാടം തുറന്നിടുകയാണോ എന്ന് ചോദിക്കുന്നത്. കാരണം ഈ രീതി ദിക്റ് ചൊല്ലൽ ഇസ്ലാമിലുണ്ട്. ഏറ്റവും വലിയ കർമ്മം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ കസീറൻ എന്നാണ്, ധാരാളമായി ദിക്ർ എടുക്കാനുള്ള ബോധനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദിക്റിൻ്റെ വിഷയത്തിൽ വന്ന വചനങ്ങളും കൽപ്പനകളും എത്രയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ദിക്റുകൾ തസ്ബീഹായി, തക്ബീറായി, തഹ്മീദായി, തഹ്ലീലായി, ഹൗഖലയായി, ഹസ്ബലയായി ദിക്റുകൾ എത്രയാണ്? പക്ഷെ അന്ന് പരിചയമില്ലാത്തൊരു രീതിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അതുകൊണ്ടാണ് ഇത് വഴികേടിൻ്റെ കവാടം തുടക്കലാണ് എന്ന് ഉണർത്തിയത്. അപ്പം അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദിന ഇല്ലാ ഖൈറ. അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്, നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇബ്നു മസ്ഊദ് പറയുകയാണ് അതിനോട് പ്രതികരിച്ച്, കം മിൻ മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബഹു. നന്മ ഉദ്ദേശിക്കുന്ന എത്ര മനുഷ്യരുണ്ട്, അവർക്കൊരിക്കലും ആ നന്മ പ്രാപിക്കാൻ, നേടിയെടുക്കാൻ കഴിയുകയേ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസന അന്ന ഖൗമൻ യഖറഊനൽ ഖുർആന ലം യുജാവിസ് ഹനാജിറഹും. നന്മ ഉദ്ദേശിക്കുന്നുണ്ട്, ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചതെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഇബ്നു മസ്ഊദ് പറയാണ്, നന്മ ഉദ്ദേശിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, അവർക്ക് ആ നന്മ എത്തിപ്പിടിക്കാൻ, നേടിയെടുക്കാൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോടൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരാരാ? യഖറഊനൽ ഖുർആൻ. അവർ ഖുർആൻ ഓതും, പക്ഷേ ലം യുജാവിസ് ഹനാജിറഹും. ആ ഖുർആൻ അവരുടെ വായിൽ നിന്ന് തൊണ്ട വിട്ട് കൽബിലേക്ക് ഇറങ്ങൂല. ഖുർആൻ ഓതുന്നത് അതര വ്യായാമം പോലെ അവർക്ക് അതിൻ്റെ സ്വാധീനം ഈ കഴുത്ത് വിട്ട്, അവരുടെ ഹഞ്ചറ കഴുത്ത് വിട്ടിട്ട് തൊണ്ട വിട്ട് താഴേക്ക് ഇറങ്ങാത്ത
ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇബ്നു മസ്ഊദ് പറയുന്നത്. നന്മ ഉദ്ദേശിച്ചാൽ പോരാ, പിന്നെയോ നന്മ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം ആ നന്മ നേടാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ അത് നേടാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ ഖുർആൻ ഓതും, അവർക്ക് ആ ഖുർആൻ അവരുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാവില്ല, കൽബിൽ സ്വാധീനിക്കാത്ത അവസ്ഥ അതാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ്, എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വഅയ്മുല്ലാ ലാ അദ്രി ലഅല്ല അക്സറുകും മിൻഹും, അല്ലാഹുവാണ് എനിക്കറിയില്ല നിങ്ങളിൽ സിംഹരും അവരിൽപ്പെട്ടവരാണോ എന്ന്. നിങ്ങളിൽ സിംഹരും എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഹലഖ ഇതിൻ്റെ ആളുകൾ അവരിൽപ്പെട്ടവരാണോ, ഈ ഖുർആൻ ഓതിയിട്ട് അത് ഉള്ളിലേശാത്ത മനസ്സിൽ തറക്കാത്ത വിഭാഗം ആളുകളിൽപ്പെട്ടവരാണോ നിങ്ങൾ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ് ഫതവല്ല അൻഹും എന്നാണ്, അവരിൽ നിന്ന് പിരിഞ്ഞു പോന്നു എന്ന് അംർ ഇബ്നു സലമ അൽ ഹമദാനി പറയുകയാണ്. എനിക്ക് തോന്നുന്നത് അബൂ നുഐം ഇതിൻ്റെ നിവേദനം കൊടുത്തപ്പോൾ അവരെ മസ്ജിദിൽ നിന്ന് പറഞ്ഞു പുറത്താക്കി എന്ന നിവേദനം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. മസ്ജിദിൽ നിന്ന് അവരെ ശകാരിച്ച് പറഞ്ഞ് പുറത്താക്കി എന്ന് ഇതിൻ്റെ ചില നിവേദനങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അംർ ഇബ്നു സലമ അൽ ഹമദാനി പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സംഭവിച്ചത് എന്നാണ്. നെഹ്റുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനക്കാരോട് അലി റളിയല്ലാഹു തആല അൻഹു സായുധ പോരാട്ടം നടത്തിയപ്പോൾ ഈ ദിക്ർ ഹൽക്കകളിൽ സംബന്ധിച്ചവരിൽ സിംഹരും അതിൽ ഞങ്ങളോട് യുതാഇനൂന എന്നാണ്, ഞങ്ങളോട് യുദ്ധം ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് അംർ ഇബ്നു സലമ അൽ ഹമദാനി പറയുന്നത്. ദീനിലില്ലാത്ത ദീനിൽ കൊണ്ടുവന്നു, അതിൽ തീവ്രരായി. ആ തീവ്രത അവരെ കൊണ്ടെത്തിച്ച ദുരവസ്ഥയാണ് അംർ ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. സഹോദരന്മാരെ, ഞാനിവിടെ ഈ ഒരു ചരിത്രത്തെ ഉദ്ധരിച്ചത് നമ്മൾ ഈ വിദേഹത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു മഹാചരിത്രം. ഇത് സഹിഹായ സനദിൽ അബ്ദുല്ലാ ഇബ്നു അബ്ദുറഹ്മാൻ ഉദ്ദാരിമി അദ്ദേഹത്തിൻ്റെ സുനനിൽ നിവേദനം ചെയ്യുന്നതാണ്. ഈ സംഭവത്തെ മറ്റു പല പണ്ഡിതന്മാരും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹ് ക്രോഡീകരിച്ചപ്പോൾ അതിൻ്റെ മുഖദ്ദിമയിൽ ഈ സംഭവം എടുത്തു കൊടുത്തത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ചില മസ്അലകൾ പറയുമ്പോൾ, ചില വിഷയങ്ങൾ പറയുമ്പോൾ ശിർക്കുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ബിദ്അത്തുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കുണ്ടാകുന്ന ചില പ്രയാസത്തിൻ്റെ പെരുമാറ്റങ്ങൾ അത് അറിഞ്ഞതുകൊണ്ടും അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ഗൗരവം അതൊക്കെ കണക്കിലെടുത്താണ് ഞാൻ ഈ ഒരു ഉദാഹരണം, ഈ ഒരു ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത്. ദീനിലില്ലാത്തത് ദീനിൽ കൊണ്ടുവരിക എന്നുള്ളത് അസഹ്യമായ വിഷയമാണ്. നമ്മുടെ സച്ചരിതരുടെ ചരിത്രം നമ്മൾ കേട്ടു. അബൂ മൂസ അശ്അരിയും അബ്ദുല്ലാ ഇബ്നു മസ്ഊദും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നാണ്. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത് ഇതിൽ പുതുതായി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവനെയും കൊണ്ടുവന്നതിനെയും തിരസ്കരിക്കപ്പെടണം, തള്ളപ്പെടണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനം. അത് ഏതാവട്ടെ, അതിന് ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ടായാലും ചരമദിനവുമായി ബന്ധപ്പെട്ടായാലും മറ്റെന്തായാലും ദീനിലില്ലാത്ത ദീൻ എന്ന നിലക്ക് വരുമ്പോൾ അതൊരിക്കലും സ്വീകാര്യമല്ല, അത് തീർത്തും വർജ്യമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതിലൊക്കെ ഉദാഹരണങ്ങളും വിഷയങ്ങളുമൊക്കെ ധാരാളമാണ്. പക്ഷെ ഞാനതിൻ്റെ ഒരു പൊതു തത്വം ഈ ഒരു ചരിത്രത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും തുറവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അള്ളാഹു നമ്മളിൽ നിന്ന് ദൂരപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ ഉപരിലോകത്തൊരു പുണ്യമായി കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും നഫ്ഹത്തും ബറക്കത്തും നമ്മുടെ ഈ സദസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുമാറാവട്ടെ.
ഒരു വ്യക്തിയെയും ഭാഗ്യദോഷിയായി ഉണ്ടാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭാഗ്യം എല്ലാവരിലും കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്ത് നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെയും ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളുടെ മക്കളുടെ അഭിമാനങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവരുടെ ആദർശത്തെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അതിൻ്റെ ലോബികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മുടെ സന്തതികളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട മൺമറഞ്ഞവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ നിറഞ്ഞ സന്തോഷത്തിൽ ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.